തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ സ്വത്തുവകകൾ മക്കൾക്ക് ദാനം ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? ദാനം ചെയ്യണമല്ലോ. ആര് പറഞ്ഞു വേണ്ടത്? ആരെങ്കിലും പറഞ്ഞോ വേണ്ടത്? നിങ്ങൾ മക്കൾക്ക് ദാനം ചെയ്യേണ്ടതൊക്കെ എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞോ? അല്ല, പറഞ്ഞോ? അങ്ങനെ ആരോടും പറയണ്ടയോ? പിന്നെന്താ ചോദ്യത്തിനർത്ഥം? മക്കൾക്ക് ദാനം ചെയ്യണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? മക്കൾക്ക് ദാനം ചെയ്യണമെന്നാ പറയാറ്. മക്കൾക്ക് ദാനം ചെയ്യണമെന്നാ നമ്മൾ പറയാറ്. പക്ഷേ തൻ്റെ മരണം വരെ മക്കൾ വിചാരിച്ചാൽ ചവിട്ടി പുറത്താക്കാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം താൻ സൂക്ഷിച്ചാൽ തനിക്ക് നല്ലതാണ്. അത്രയേ ഉള്ളൂ. അത്രേ പറയാറുള്ളൂ. വേറൊന്നും പറയാറില്ല. അതും പണ്ട് പറയാറുണ്ടായിരുന്നില്ല. സത്യം തുറന്നു പറയണമല്ലോ. ഈ ചിദാനന്ദസ്വാമി തന്നെ, ഇതേ ആൾ തന്നെ അത് പണ്ട് പറയാറുണ്ടായിരുന്നില്ല. മറിച്ച് പറയാറ്, മക്കൾ വലുതായി പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ, സ്വന്തം കാലിൽ നിൽക്കാനായി കഴിഞ്ഞാൽ നിങ്ങളെ താക്കോലും ആധാരക്കെട്ടും അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം എന്നാ പറയാറ് പണ്ട്. ഇപ്പോൾ പറയില്ല. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഒരു കക്ഷി വന്നു. ഒരു 10-70 വയസ്സിന് മുകളിലുണ്ട്. ഇപ്പോഴാളെ രൂപം ഓർമ്മയുണ്ട്. ഒരു 6-7 ബാഗുണ്ട്. ഒന്നും രണ്ടൊന്നും അല്ല. ഇപ്പോൾ വരവ് കണ്ടപ്പോൾ ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ 6-7 ബാഗൊക്കെ ആയിട്ട് വരുന്നത്? ഒരു ശങ്കയായി. ഇരിക്കും, എന്തായാലും പോയി വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, എന്നിട്ട് സംസാരിക്കാം. അങ്ങനെയാണ് പതിവ്. ഇതെന്താ കുറേ ബാഗൊക്കെ ആയിട്ടാണല്ലോ? ഞാനിവിടുന്ന് പോണില്ല. ഓ ശരി. എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് മക്കളും ഭാര്യയും കൂടി. അദ്ദേഹത്തിൻ്റെ വാക്കാണ് പറയണട്ടോ. നമ്മൾ ഭാര്യ എന്നങ്ങനെ പറയാറില്ല, പത്നീനെ പറയാറുള്ളൂ. അപ്പോൾ മക്കളും ഭാര്യയും കൂടി ചവിട്ടി പുറത്താക്കിയിരിക്കുക. ഓയ്യോ, എന്താ നിങ്ങളൊരൊറ്റയാളാണ് അതിന് കാരണക്കാരൻ. എന്ത്? ഞാനോ? സത്യമായിട്ടും ഇത് കള്ളമല്ല. ഞാൻ ഈ കാരണം ആദ്യം കാണുകയാണ്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എനിക്ക് ഞാൻ മനസ്സിലായില്ലല്ലോ. നിങ്ങളുടെ പത്നി, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ ചവിട്ടി പുറത്താക്കിയതിന് നിങ്ങളായിട്ട് യാതൊരു ബന്ധവും പരിചയമില്ലാത്ത ഞാൻ എങ്ങനെയാ കാരണക്കാരനാവണത്? അത് ശരി, എൻ്റെ ജീവിതം നശിപ്പിക്കുകയും ചെയ്തിട്ട് ഇപ്പം എങ്ങനെയാ ചോദിക്കണത്? എന്തൊരു കഷ്ടമെന്നാലോചിച്ചു. അപ്പോഴാണ് അയാൾ ചോദിക്കണത്, നിങ്ങൾ എന്നാ ക്ഷേത്രത്തിൽ വന്ന് ഓർമ്മയുണ്ടോ പ്രസംഗിക്കാൻ? ഓ ഓർമ്മയുണ്ട്. അന്ന് പറഞ്ഞില്ലേ മക്കൾ വലുതായി കഴിഞ്ഞാൽ ആധാരം കെട്ടും താക്കോലൊക്കെ അവർക്ക് കൈമാറണമെന്ന്? ഓ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ എൻ്റെ സ്വത്ത് അവർക്ക് എഴുതി കൊടുത്തു. പിറ്റേന്ന് തന്നെ ചവിട്ടി പുറത്താക്കി. അപ്പോൾ ഇതിന് കാരണക്കാരൻ നിങ്ങളല്ലേ? ന്യായമല്ലേ ചോദിച്ചേ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ചിദാനന്ദപുരി സ്വാമി എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളുടെ ക്ഷേത്രത്തിൽ, പേരാമ്പ്ര അടുത്തുള്ളതായ നിങ്ങളുടെ ക്ഷേത്രത്തിൽ വന്ന് ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു എന്നൊക്കെ മംഗളശ്ലോകമൊക്കെ ചൊല്ലി, വന്ദന ശ്ലോകം ചൊല്ലി, ആദ്യം തന്നെ മക്കൾ വലുതായാൽ സ്വത്ത് മുഴുവൻ അവർക്ക് കൊടുക്കണമെന്ന് പ്രസംഗിച്ച് പോരുകയാണോ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറ്റക്കാരനാണ്. അല്ലല്ല, അതിന് മുമ്പും പിമ്പും വേറെ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പം അതൊന്നും ചെയ്യാണ്ട് ഇത് ചെയ്തതെന്താ? അത് കുട്ടികളെ എങ്ങനെ വളരുന്ന സാഹചര്യം ഉണ്ടാക്കണം, എങ്ങനെ അവർക്ക് ധാർമ്മിക മൂല്യങ്ങളെ പകർന്നു നൽകണം, എങ്ങനെ മക്കളുടെ മുമ്പിൽ മാതൃകയായി ജീവിക്കണം, എങ്ങനെ സദാചാരങ്ങളും ശാസ്ത്രബോധവും മക്കൾക്ക് പകർന്നു നൽകണം, ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ? അല്ല, നേരെ ആയിട്ട് പറഞ്ഞിരിക്കുക നിങ്ങളെ സ്വത്തൊക്കെ മക്കൾക്ക് കൊടുക്കണമെന്ന്. അല്ല, അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് കേൾക്കാണ്ട് ഇത് കേട്ടത് എന്താ? എന്നിട്ട് ഞാനാ കുറ്റക്കാരൻ? അല്ല, തമാശ തന്നെ. അപ്പോൾ ഇതിന് ശേഷം പിന്നെ കുറച്ചൊന്ന് കരുതിയിട്ടാണ് പറയല്. അതുകൊണ്ട് പറയാറ്, നിങ്ങളെ തടി, നിങ്ങളുടെയും പത്നിയുടെയും തടി, അല്ലെങ്കിൽ നിങ്ങളുടെയും പതിയുടെയും തടി സംരക്ഷിക്കാനുള്ള വകകൾ വേറെ തന്നെ സൂക്ഷിക്കുക. ബാക്കിയൊക്കെ കൊടുത്തോളൂ മക്കൾക്ക്. ഇത് മക്കൾക്ക് കൊടുക്കരുത്. അത് ഒസ്യത്തായിട്ട് എഴുതി വെച്ചോളൂ, ഞങ്ങളെ കാലശേഷം മക്കൾ എടുത്തോട്ടെ. ഇപ്പം വേറെ ഒന്നും കൂടി പറയാറുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ, മക്കൾക്ക് എല്ലാ സ്വത്തും കൊടുക്കരുത്. എല്ലാ സ്വത്തും മക്കൾക്ക് കൊടുക്കരുത്. കാരണം അവരെ കഴിവ് കെട്ടവരാക്കരുത്. സമാജത്തിന് കൊടുക്കൂ,
സത്കാര്യങ്ങൾക്ക് കൊടുക്കൂ, ധാർമ്മിക കാര്യങ്ങൾക്ക് കൊടുക്കൂ. പടർന്ന് പന്തലിച്ച വൃക്ഷത്തിൻ്റെ അടിയിൽ വലിയൊരു വൃക്ഷം വളർന്നത് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഒരാൾ കാണിച്ചു തരുമോ? പടർന്ന് പന്തലിച്ച ഒരു വൃക്ഷത്തിൻ്റെ അടിയിൽ വേറൊരു വൃക്ഷം വളർന്നത് കാണിച്ചു തരും? കാണില്ല. അതുകൊണ്ട് മക്കൾക്ക് അധ്വാനിച്ച് അവരുടെ പ്രവർത്തനത്തിലൂടെ സമ്പാദിക്കാനുള്ള കഴിവ് നൽകുക. അവർക്ക് മുഴുവൻ തണൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരില്ല. എപ്പോഴും അവർ ആശ്രയത്തോടു കൂടി കഴിയും. ഇതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ ദുരവസ്ഥകൾ പലതും കാണുമ്പോൾ, പല കുടുംബങ്ങളുടെയും ദുരവസ്ഥകൾ അപഗ്രഥിക്കുമ്പോൾ, ഇപ്പോൾ പുതുതായിട്ട് വേറെയും പറയാറുണ്ട്, അതൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. ഒന്ന്, ഒരു കുടുംബത്തിന് അവകാശപ്പെട്ടതായ വസ്തുവിൽ ഒരു കുട്ടി മരിച്ചു എന്ന് വിചാരിച്ചോളൂ, അഥവാ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് വിചാരിച്ചോളൂ, ഒരു കാരണവശാലും ആ കുട്ടിയുടെ സ്വത്ത് മറ്റേ കുട്ടിക്ക് കിട്ടരുത്. ആ കുട്ടിയുടെ ഷെയർ എത്രയാണോ അത് മറ്റേ കുട്ടിക്ക് കിട്ടാതെ സമാജത്തിന് വീതിച്ചു കൊടുക്കുക, കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുക, കുട്ടികൾക്കുടെ പഠനത്തിന് വേണ്ടി കൊടുക്കുക, സേവാപ്രവർത്തനത്തിന് വിനിയോഗിക്കുക. ഇല്ലെങ്കിൽ ആ കർമ്മം തുടരും, പരമ്പര ഇല്ലാണ്ടാവും. ഇതൊന്നും പറയണത് ചിദാനന്ദപുരസ്വാമിക്ക് അദ്വൈതാശ്രമത്തിനെ കിട്ടാൻ വേണ്ടി പറയാമെന്ന് വിചാരിക്കരുത്. അല്ല, അങ്ങനെ വിചാരിച്ച അവിടെ ഒരു വസ്തു ഇല്ലേനും. കാരണം കർമ്മം വളരെ ഗഹനമാണ്, വളരെ ഗഹനമാണ്. നമ്മൾ ബാഹ്യമായ സമ്പദൈശ്വര്യം മാത്രമേ കാണുള്ളൂ. അതിലുള്ള സംസ്കാരങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയില്ല. ഒരു അച്ഛനും അമ്മയ്ക്ക് 5 മക്കളുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ 5 മക്കളിൽ ഒരാൾ മരിച്ചു, അഥവാ ഒരാൾ ആത്മഹത്യ ചെയ്തു വിചാരിച്ചോളൂ. എങ്കിൽ 5ആയി വീതിച്ച് അതിലൊന്ന് സമാജത്തിന് കൊടുക്കണം. അല്ലാണ്ട് അത് 4 പേരെടുത്താൽ അതിൻ്റെ 4-1 ഇവർക്ക് കർമ്മം വരുന്നുണ്ട്. അത് അപകടം ചെയ്യും. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതുകൊണ്ട് ഇതൊന്നും തിരിച്ച് പ്രതീക്ഷിക്കുക എന്നുള്ളതല്ല. ഇത് ധർമ്മത്തിൻ്റെ നൈരന്തര്യത്തിന് വേണ്ടിയിട്ടാകുന്നു ഈ വ്യവസ്ഥകളൊക്കെ ഉള്ളത്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കാനഡ ചവിട്ടി തെരുവിൽ കൊണ്ടിറക്കിയ കഥ. അത് 30% മാത്രം കാഴ്ചയുള്ള അച്ഛനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ അച്ഛൻ എങ്ങനെയായിരിക്കും ആ മോനെ വളർത്തിയിട്ടുണ്ടാവുക? എത്ര ഓമനിച്ചിട്ടുണ്ടാവും? ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ധാർമ്മികമായ തലത്തിൽ വേണം ചിന്തിക്കാൻ. വേദാന്തം മാത്രമല്ല അവിടെ മാനം എന്ന് മനസ്സിലാക്കുക.